നമുക്ക് ഈ അധ്യായത്തിൽ ഇതുപോലെ ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നതെന്ന് പഠിക്കാം. വളരെ എളുപ്പത്തിൽ ക്രിയേറ്റ് ചെയ്യാവുന്ന ഒരു എഫക്റ്റാണിത്. അതിനായി നമുക്കിപ്പോൾ ഈ ഡോക്യുമെന്റ് ക്ലോസ് ചെയ്തതിനു ശേഷം നമുക്ക് ഇഷ്ടമുള്ള സൈസിൽ ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. അതിനുശേഷം ഗ്രേഡിയന്റ് ടൂൾ സെലക്ട് ചെയ്ത് ഇവിടെ കാണുന്ന ഡീഫാൾട്ടായുള്ള ഈ ഗ്രേഡിയന്റ് സെലക്ട് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റിൽ ഇതുപോലെ ഗ്രേഡിയന്റ് അപ്ലൈ ചെയ്യുക. അതിനുശേഷം ഫിൽട്ടർ മെനുവിൽ നിന്നും റെൻഡർ എന്ന ഈ സബ് മെനുവിലെ ഡിഫറൻസ് ക്ലൗഡ്സ് എന്ന ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുക. ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കളർ പാലറ്റിൽ ഡീഫാൾട്ട് കളർ ആയിരിക്കണം ഉണ്ടായിരിക്കേണ്ടത്. നമുക്കിനി ഈ എഫക്റ്റ് അപ്ലൈ ചെയ്യാം. ഇപ്പോൾ ഡിഫറൻറ്റ് ക്ലൗഡ്സ് ഈ ഡോക്യുമെന്റിൽ അപ്ലൈ ആയിട്ടുണ്ട്. നമുക്കിനി ഇതിനെ ഇൻവെർട്ട് ചെയ്യാം. ഇൻവെർട്ട് ചെയ്യുന്നതിനായി ഇമേജ് മെനുവിലെ അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഈ സബ് മെനുവിലെ ഇൻവെർട്ട് എന്ന ഈ ഓപ്ഷൻ നമുക്ക് ഉപയോഗിക്കാം. ഇതുപോലെ ഇൻവെർട്ട് ചെയ്തതിനു ശേഷം നമുക്ക് ഇമേജ് മെനുവിൽ നിന്നും അഡ്ജസ്റ്റ്മെന്റ്സ് എന്ന ഈ സബ് മെനുവിൽ തന്നെ ലെവൽസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. നമുക്കിനി ഈ ഇമേജിലെ ലെവൽ അഡ്ജസ്റ്റ് ചെയ്യാം. ഇതുപോലെ ഈ ഇമേജിലെ ലെവൽസ് അഡ്ജസ്റ്റ് ചെയ്യുക. ഇനി വീണ്ടും ഇമേജ് മെനുവിൽ തന്നെ അഡ്ജസ്റ്റ്മെന്റ്സിലെ ഹ്യൂ സാച്ചുറേഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഇവിടെ കളറൈസ് എന്ന ഈ ഓപ്ഷൻ ആക്റ്റീവ് ചെയ്തതിനു ശേഷം ഇവിടെയുള്ള ഹ്യൂ, സാച്ചുറേഷൻ തുടങ്ങിയവ ഇതുപോലെ ചേഞ്ച് ചെയ്യുക. ശ്രദ്ധിക്കുക, നമ്മളിപ്പോൾ ഇവിടെ വളരെ എളുപ്പത്തിൽ ഒരു ലൈറ്റ്നിങ് എഫക്റ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇതുപോലെ നമുക്ക് പലതരത്തിലുള്ള ലൈറ്റ്നിങ് എഫക്റ്റുകൾ ക്രിയേറ്റ് ചെയ്യുവാൻ സാധിക്കും.